നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വാർത്തയിലേക്കാണ്. ദീപാവലി യുനെസ്കോ പൈതൃക പട്ടികയിൽ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിലാണ് ദീപാവലിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതം ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ യുനെസ്കോ പാനൽ സെക്ഷനിലായിരുന്നു പ്രഖ്യാപനം. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ആദർശങ്ങൾ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കുംഭമേളയും ദുർഗാപൂജയും യോഗയും ഉൾപ്പെട്ട പൈതൃക പട്ടികയിലേക്ക് ഭാരതത്തിന്റെ ദീപാവലി ആഘോഷവും ഇടം പിടിച്ചു. യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിലാണ് ദീപാവലിയും ഉൾപ്പെടുത്തിയത്. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ചേർന്ന കമ്മിറ്റി ഫോർ ദ സേഫ് ഗാർഡിംഗ് ഓഫ് ദി ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിന്റെ 22ാമത് സെക്ഷനിലാണ് പ്രഖ്യാപനമുണ്ടായത്. ദീപാവലി ഉത്സവം ഉൾപ്പെടെ 80ഓളം രാജ്യങ്ങളിൽ സമർപ്പിച്ച മൊത്തം 67 നാമനിർദ്ദേശങ്ങൾ കമ്മിറ്റി പരിഗണിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ ആഘോഷിക്കുന്ന ഹൈന്ദവ ആഘോഷമാണ് ദീപാവലി. ഇരുട്ടിന്മേൽ വെളിച്ചത്തിന്റെയും തിന്മയ്ക്കുമേൽ നന്മയുടെയും വിജയത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ദീപാവലി. ദീപാവലിയെ സംബന്ധിച്ച് ഒട്ടേറെ ഐതിഹ്യങ്ങളുമുണ്ട്. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ആവേശഭരിതരാക്കുന്ന തീരുമാനമാണ് ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദീപാവലി സാംസ്കാരികമായും ധാർമ്മികമായും ബന്ധപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ആദർശങ്ങൾ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ജനം, ഡൽഹി.